ഹലോ ഫ്രാൻസ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര കരിമുകൾ ഇൻഫോ പാർക്ക് റോഡ്, അതുപോലെ തന്നെ നമ്മളുടെ കാക്കനാട് ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പം നമ്മൾ ബ്രഹ്മപുരം പിന്നീട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഹ്മത്തേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഫോ പാർക്ക് റോഡ്. ഇതിലൂടെ നമുക്ക് ബ്രഹ്മപുരം, കരിമുകൾ, പിന്നെ നമുക്ക് മൂവാറ്റുപുഴ, മൂന്നാർ എന്നീ ഭാഗത്തേക്ക് പോകാവുന്ന ഒരു ബെസ്റ്റ് റൂട്ടാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് അങ്ങോട്ട് പോകാം. റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഇൻഫോ പാർക്കാണ്. ലെഫ്റ്റ് സൈഡിലും ഇൻഫോ പാർക്കിന് കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വെള്ളം അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴി ഇപ്പോൾ അടച്ചു മാറ്റി, അടച്ചു. ഇനി നേരെ യൂട്ടേൺ എടുത്തോണ്ട് ഇൻഫോ പാർക്കിലേക്ക് ആണെങ്കിൽ നമുക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. എന്തായാലും നമുക്ക് അതിലൂടെ പോകാനുള്ള പെർമിഷൻ ഇല്ല. അല്ലെങ്കിൽ സൊമാറ്റോ ഓടുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് കസ്റ്റമർ ആയിരിക്കും സൊമാറ്റോ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്താണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഉള്ളിൽ ക്യാമറ അലോടാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഇൻഫോ പാർക്ക് റോഡിലൂടെയാണ്. ഇതിലൂടെ നമുക്ക് നേരെ ചെല്ലണം നമ്മുടെ കരിമുകൾ ഭാഗത്തേക്കാണ്. പിന്നെ പുത്തൻകുരിശ്, ബ്രഹ്മപുരം എന്നീ ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് നോക്കി കളറാണ് വെള്ളത്തിൻ്റെ, വളരെ വളരെ അഴുക്ക് കളറാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട പുഴ കടമ്പയാറാണ്. പിന്നെ നമ്മളിപ്പോൾ ബ്രഹ്മപുരം പാലത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആക്ച്വലി ആ വെള്ളം ഇത്തിരി ക്ലിയർ ആക്കിയെങ്കിൽ നല്ലതായിരിക്കും. നല്ല അടിപൊളി ടൂറിസം സ്പോട്ടൊക്കെ ഈ ഭാഗത്താക്കാൻ പറ്റും. കാരണം വെള്ളം അത്ര നല്ല ക്ലിയർ അല്ല. അപ്പം നമ്മളിത് ബ്രഹ്മപുരം പാലത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങാട് ഒരു ചെറിയൊരു കാടുള്ള രീതികളൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മളിത് ബ്രഹ്മപുരം പാലത്ത് പ്രവേശിച്ചു. ആ ലെഫ്റ്റ് സൈഡോട് നോക്കി അടിപൊളി കാഴ്ചകളാണ്. പിന്നെ കുറച്ച് കയറിയിട്ടും ഇൻഫോ പാർക്കിന്റെ സെക്കൻഡ് ഫേസ് ഒക്കെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇതിലൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇനി മെട്രോ റെയിൽ ഈ ഭാഗത്തേക്ക് എത്തുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ബ്രഹ്മപുരം പാലത്തിലൂടെയാണ്. അപ്പൊ അപ്പുറം തുടങ്ങി ബ്രഹ്മപുരത്തിന്റെ ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ബ്രഹ്മപുരം ഏരിയ ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഈ ഭാഗത്തായിരുന്നു നമ്മുടെ തീയിട്ട് പുക ഉണ്ടാക്കിയ മെയിൻ ഏരിയ. ആ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇൻഫോ പാർക്കിന്റെ വേറെ സെക്ഷൻ, സെക്കൻഡ് ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മുടെ ബ്രഹ്മപുരം ഏരിയയുടെ പ്രവേശിച്ചു. ഇവിടെ നല്ല രീതിയിലുള്ള കാടും പിന്നെ ചെറിയ കുത്തനെ കയറ്റവും ഇറക്കമുള്ള കുന്ന് പോലത്തെ ഏരിയ ആണ്. കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് മലകളുള്ള ഒരു അടിപൊളി സ്പോട്ടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒക്കെ ഇവിടെ കുന്നുള്ള ഏരിയ ആണ്. മറ്റേ കാടും ചെറിയ ചെറിയ കുട്ടി വനമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ നല്ല പൊളിയാണ്. പിന്നെ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ, നമ്മുടെ ഗോപ്രോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിന്റെ നേരെ കാണാൻ അത്രയും ഭംഗിയൊന്നും ക്യാമറ വീഡിയോ കിട്ടത്തില്ല. നിങ്ങൾ നേരെ പോകുമ്പോൾ തന്നെ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങളുടെ ചെറിയൊരു വനം പോലത്തെ ഒരു ഏരിയ ആരംഭിച്ചിട്ടാ. വനം പോലത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. കാരണം 2 ലൈൻ റോഡാണ്. നല്ല സ്പീഡിൽ എതിരെ വണ്ടി വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് പോവുക. ഒരിക്കലും നമ്മുടെ റോങ് സൈഡ് കീപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ച കണ്ട് പോകാം. അപ്പോൾ ബ്രഹ്മപുരം ഏരിയയിലോട്ട് നമ്മളിത് പ്രവേശിച്ചു. കൊച്ചിയുടെയും മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖലകളുടെയും സാമീപ്യത്തിന് പേരുകേട്ട ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രദേശമാണ് ബ്രഹ്മപുരം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനം, മലിനീകരണം എന്നിവ കാരണം ഈ പ്രദേശം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത് സുസ്ഥിര രീതികളെയും നഗര ആസൂത്രണത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമാകുന്നു. വൈവിധ്യമാർന്ന സമൂഹങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ട് സവിശേഷമായ കേരളത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമ്പന്നതയെയും ബ്രഹ്മപുരം പ്രതിഫലിപ്പിക്കുന്നു.
കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം മാലിന്യ നിക്ഷേപ കേന്ദ്രം വായുവിലും ജലത്തിലും ഉണ്ടാകുന്ന ആഘാതം കാരണം ഒരു പ്രധാന പാരിസ്ഥിതിക ആശങ്കയാണ്. 1990കളിൽ സ്ഥാപിതമായ ഇത് അനുചിതമായ മാലിന്യ സംസ്കരണത്തിനും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് സമീപവാസികൾക്ക് ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമായി. സമീപ വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മാലിന്യ സംസ്കരണ രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ലാൻഡ്ഫിൽ പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിരമായ ബദലുകൾ തേടുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമ്മർദ്ദത്തിലാണ്. ഇത് ഇന്ത്യയിൽ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ മാലിന്യ നിർമ്മാർജ്ജന പരിഹാരങ്ങളിലേക്കുള്ള വിശാലമായ നീക്കത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഫ്രണ്ട്സ് ആണ് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മളിന്ന് കഴിമുകൾ ഭാഗത്തോടെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിമുകളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വടവുകോട് ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമം കുഗ്രാമമാണ് കരിമുകൾ. പുത്തൻകുരിശ് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇത് മധ്യ കേരള ഡിവിഷനിൽ പെടുന്നു. ജില്ലാ ആസ്ഥാനമായ കാക്കനാട് നിന്ന് കിഴക്കോട്ട് 18 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടവുകോട് പുത്തൻ ക്രൂസിൽ നിന്ന് 6 കിലോമീറ്റർ. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് 208 കി. കരിമുകൾ പിൻകോഡ് 6,82,303. തപാൽ ഹെഡ് ഓഫീസ് അമ്പലമേട്. ചോറ്റാനിക്കര 7 km, കുന്നത്തുനാട് 8 km, പൂതൃക്ക 9 km, തൃക്കാക്കര 9 km, വൈറ്റില 10 km എന്നിവയാണ് കരിമുകളിന് സമീപമുള്ള ഗ്രാമങ്ങൾ. കരിമുകളിന് ചുറ്റും ഇടപ്പള്ളി ബ്ലോക്ക് പടിഞ്ഞാറ്, വൈറ്റില ബ്ലോക്ക് പടിഞ്ഞാറ്, വാഴക്കുളം ബ്ലോക്ക് വടക്ക്, മുളന്തുരുത്തി ബ്ലോക്ക് തെക്ക്. കൊച്ചി, അരൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവയാണ് കരിമുകൾക്കടുത്തുള്ള നഗരങ്ങൾ. ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് വാഴക്കുളം അതുപോലെ തന്നെ നമ്മുടെ പഴന്തോട്ടം, പള്ളിക്കഴ ഏരിയ ഒക്കെ തന്നെയാണ്. കരിമുകളിലെ ഏരിയയാണ്. എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്പോട്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാൽ ഏകദേശം വെച്ച് പറയുന്നതാണ്. എന്തായാലും ഇതിലൂടെ ട്രാവലിംഗ് ഒരു സൂപ്പറാണ്. പിന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ റോഡിൻ്റെ ചില ഭാഗത്തേക്ക് കുത്തുവർക്ക് നിൽക്കുന്നുണ്ട്, കുത്തിപ്പൊളിച്ചറുണ്ട്. അപ്പോൾ വണ്ടിയുടെ സ്പീഡിങ് ഒന്നും കൺട്രോൾ ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം റോഡ് ചില സമയത്ത് ഇങ്ങനെ ഹമ്പ് പോലെയൊക്കെ ഉണ്ട്. ഈ റീടാർ ചെയ്ത ഭാഗത്തൊക്കെ ഈ കുത്തിപ്പൊളിച്ചിട്ട് റീടാർ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുമല്ലോ, അത് ഇത്തിരി പൊക്കമുള്ളത് കൊണ്ട് വണ്ടി മര്യാദക്ക് ഓടിച്ച് പോയില്ല എങ്കിൽ കൺട്രോൾ പോയി ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഇവിടത്തെയും കുറച്ച് കിടിലം കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒത്തിരി ഒത്തിരി റബ്ബർ തോട്ടങ്ങളും അതുപോലത്തെ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ. നല്ല ചൂടോറുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. അക്കാര്യം ഒരു ബെറ്റർ ആയിരുന്നു. എന്തായാലും നമ്മുടെ എറണാകുളം ടൗണിനെക്കാട്ടും ചൂട് ഈ ഭാഗത്ത് കുറവായിരുന്നു. അപ്പം നമുക്കൊന്ന് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലൊക്കെ ഒത്തിരി ഒത്തിരി റബ്ബർ തോട്ടം, പിന്നെ ഈ ഭാഗത്ത് ഒത്തിരി ഒത്തിരി വാഴക്കൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു വെറൈറ്റി അനുഭവമാണ്. കാരണം നമ്മുടെ ഈ 2025 കാലഘട്ടത്തിലും നമ്മുടെ കൊച്ചിയിൽ പണ്ടത്തെ ഓർമ്മകളൊക്കെ തരുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ബിൽഡിങ്ങിൻ്റെ ഏരിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ റോഡ് കണ്ടീഷൻ കൊള്ളാം. പിന്നെ ചില ഭാഗത്തുള്ള ഈ കുത്തുവർക്കും പാച്ച് വർക്കും മാത്രമേ പ്രശ്നമുള്ളത്. അപ്പം നമ്മളിതാ പുത്തൻകുരിശ് ഭാഗത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴന്തോട്ടം എന്നുള്ള ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും. അതൊക്കെ ഒരു അടിപൊളി ഏരിയയാണ്. പിന്നെ കുഴപ്പമത്രയുള്ളൂ ഈ നമ്മുടെ പള്ളിക്കര വണ്ടർലൈൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം നമ്മളിതാ ഇതിൽ നമുക്ക് മൂവാറ്റുപുഴയൊക്കെ പോകാം. പിന്നെ നമ്മുടെ കിഴക്കമ്പലം ഭാഗത്തോട്ടൊക്കെ പോകാവുന്ന റോഡാണ്. ഇതിൽ ചില ഭാഗത്തൊക്കെ പൊക്കവും ചില ഭാഗത്തൊക്കെ താഴ്ചയുമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ വീടുകളൊക്കെ റോഡ് സൈഡ് അടുത്തായതുകൊണ്ട് ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കയറണം. കാരണം വല്ല പിള്ളേരും വല്ല റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം നമ്മളിത് ജസ്റ്റ് നമ്മൾ നിന്നുള്ള വീഡിയോ ഒന്നും നിർത്തിയത്, ജസ്റ്റ് ട്രാവൽ ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്തോളൂ. എന്നാലും ഈ ഭാഗത്ത് ഒത്തിരി ഒത്തിരി കൃഷികളും കാണാൻ പറ്റും. സൈഡിനൊക്കെ വാഴക്കൃഷിയൊക്കെ കാണാൻ പറ്റിയായിരുന്നു. പിന്നെ ഇവിടെ ചില ഭാഗത്തൊക്കെ പോർട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞതും കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ക്യാമറ കിട്ടില്ലായിരുന്നു. നമ്മുടെ കണ്ണിലോട് കിട്ടി, പക്ഷെ ക്യാമറ കണ്ണത് പകർത്താൻ പറ്റിയില്ലായിരുന്നു. നമ്മളത് സ്കിപ്പായി മിസ്സായി പോയായിരുന്നു. എന്തായാലും ഒരു അടിപൊളി യാത്രയാണ്. പിന്നെ വെച്ചാൽ തന്നെ ചൂട് ഇവിടെ ഇത്തിരി കുറവാണെങ്കിലും നമ്മുടെ എറണാകുളം ടൗണിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്.
എന്തായാലും അടിപൊളി. അപ്പം നമുക്കൊന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചയും കണ്ട് വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണേ. ആക്ച്വലി ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ വന്നവരില്ല തിരിച്ചു വന്നത്. കാരണം എങ്ങാടാ പോകേണ്ടതെന്ന് നോക്കി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ നല്ല പക്ക രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട്, റേഞ്ചൊക്കെ നല്ല പക്കയാണ്. പക്ഷെ റോഡെല്ലാം കാണാനായിട്ട് ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ എങ്ങാടാ പോകേണ്ടത് എങ്ങാടാ വരേണ്ടതെന്നൊന്നും നമുക്ക് യാതൊരു ഐഡിയയും കിട്ടത്തില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ കണ്ട അടിപൊളി റൂട്ടാണ്. ഇത് നമ്മൾ നേരെ നമ്മളുടെ കഴിമോൾ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. നമ്മുടെ റൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കും ലെഫ്റ്റിലേക്ക് പോകുന്നത് നമ്മുടെ കഴിമൂൽ പരമൂലം ഭാഗത്തേക്കാണ്. ഈ റോഡിൽ നല്ല മഴവെള്ളം ഒഴുകിയുള്ള ടാർ ഒളിച്ചു പോയ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റോഡിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ചെറിയ രീതിയിലുള്ള കാടുള്ള ഏരിയ ആണ്. നമ്മൾ വന്നപ്പോൾ കണ്ടതായിരുന്നല്ലോ. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക വൈബാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയൊക്കെ നാളെ ഉണ്ടാവില്ല എന്നുള്ള കണ്ടറിയാം. കാരണം മിക്കവാറും ഇങ്ങനത്തെ മണ്ണൊക്കെ മാന്തി റോഡൊക്കെ ലെവലാക്കണയാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ ഏരിയ എത്തി. നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചയും കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന കാക്കനാട് ഭാഗത്താണ്. എന്തായാലും നാളെ ഈ കാണുന്ന കാഴ്ച ഉണ്ടാകത്തില്ല. കാരണം ഇതിലൂടെ മെട്രോ ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വർക്ക് എന്തായാലും ടു സ്ലോ ആണ്. അപ്പം നമ്മളിപ്പോൾ ഇതാ പടവൂർ ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതിൽ നടുക്ക് കൂടി പോകുക സൈഡിൽ കൂടി പോകുക എന്നുള്ളത് കണ്ടറിയാം മെട്രോൻ്റെ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റൊക്കെ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. ഒരു 5-8 കൊല്ലം വെയിറ്റ് ചെയ്താണെങ്കിൽ മിക്കവാറും നമ്മുടെ പാലട്ടം ടു ഇൻഫോ പാർക്കുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വർക്ക് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എന്തായാലും നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ആ കൊച്ചി സെക്കൻഡ് ഫേസ് മെട്രോൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ എന്തായാലും ഇടാൻ കുറച്ച് വൈകി പോയായിരുന്നു. അപ്പം നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആകാറായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക. എന്തായാലും ട്രാവൽ വീഡിയോ തുടരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, ഒരു ബിഗ് റിക്വസ്റ്റ് ആണ്. അപ്പം നമ്മുടെ അടുത്ത ട്രാവൽ വീഡിയോയിൽ കാണാം. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും പിന്നെ നമ്മുടെ NH ലേറ്റസ്റ്റ് അപ്ഡേറ്റും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.